പാലക്കാട് ഷൊർണൂരിൽ സിമന്റ് കടയ്ക്ക് മുൻപിൽ പന്തൽ കെട്ടി CITU സമരം. കുളപ്പുള്ളിയിലെ ജയപ്രകാശ് എന്നയാളുടെ കടയ്ക്ക് മുന്നിലാണ് സമരം. സിമന്റ് ചാക്കുകളുടെ കയറ്റിറക്ക് എളുപ്പമാക്കാൻ യന്ത്രം സ്ഥാപിച്ചതിന് പിന്നാലെയാണ് 6 CITU ചുമട്ടുതൊഴിലാളികൾ സ്ഥാപനത്തിൽ എത്തി പ്രശ്നമുണ്ടാക്കിയത്. ഞാനിപ്പോൾ ഇവര് 3 ദിവസം മുമ്പാണ് ഇപ്പോൾ ഒരു ലോഡ് വന്നപ്പോൾ ഒരു CITU യൂണിയൻകാർ വന്നിട്ട് തടയുകയും അതിനുശേഷം 3 ദിവസമായിട്ട് ഇപ്പോൾ ഒരു കടയുടെ മുമ്പിൽ ഒരു പന്തൽ കെട്ടിയിട്ട് ഇരുന്ന് സമരം ചെയ്യുകയാണ്. അപ്പോൾ വാഹനങ്ങൾക്ക് വന്നിട്ട് ഇവിടെ സാധനങ്ങൾ എടുക്കാൻ തടസ്സമുണ്ട്. ഇവരെ പേടിച്ചിട്ട് വാഹനങ്ങൾ വരുന്നില്ല. പലതും അവിടുന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവർ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് പല വണ്ടിക്കാരും വരുന്നില്ല. പിന്നെ ഇവരെ കൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കട നടത്തി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇത്തരത്തിൽ CITUക്കാർ കടകളിൽ പ്രശ്നമുണ്ടാക്കുന്ന നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സിമന്റ് കടയിൽ സിമന്റ് ഇറക്കുന്നതിന് യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ഇറക്കാനുള്ള നീക്കം ഇവർ തടയുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അരുൺ. വിനോദ്, 4 മാസം മുൻപാണ് പാലക്കാട് കുളപ്പുള്ളിയിൽ ജയപ്രകാശ് എന്ന സിമന്റ് വ്യാപാരി അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൽ സിമന്റ് ഇറക്കുന്നതിന് വേണ്ടി 6 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു യന്ത്രം നിർമ്മിച്ചത്. ഷൊർണൂർ ഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ കൊണ്ടാണ് ഈ യന്ത്രം നിർമ്മിപ്പിച്ചത്. ഈ യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ഇറക്കുന്ന സമയത്ത് അതിനെ പ്രവർത്തിപ്പിക്കാൻ നേരത്തെ തന്നെ ഈ ജയപ്രകാശിൻ്റെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്. അതിന് പുറമെ ഈ ചുമട്ടുതൊഴിലാളികൾ, CITUവിൻ്റെ ചുമട്ടുതൊഴിലാളികൾ ഇത് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ഈ യന്ത്രം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, 2 ആൾ, അതായത് ഈ യന്ത്രത്തിൽ ഒരു ഭാഗത്ത് സിമെന്റ് കയറ്റുന്ന ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇറക്കുന്ന മറ്റൊരു ഭാഗത്തുമായിട്ട് 2 ഭാഗത്തായിട്ട് 2 പേർ മതി എന്ന് പറയുകയുണ്ടായി. പക്ഷേ 2 പേരിൽ ഇവർ 6 പേരായിട്ട് ഈ CITU തൊഴിലാളികൾ എത്തി തങ്ങൾ 6 പേർക്കും ഈ സിമെന്റ് ഇറക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജയപ്രകാശിനെ നേരെ തിരിയുകയായിരുന്നു. ഇതോടുകൂടെ തന്നെ ജയപ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് ജയപ്രകാശിന് അനുകൂല ഉത്തരവുണ്ടായി. അങ്ങനെ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉൾപ്പെടെ ഈ CITU തൊഴിലാളികൾക്ക് കാണിച്ചിട്ടും അവർ ഈ സിമന്റ് ഇറക്കാനോ അവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിനോ സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ CITU അവിടെ പന്തൽ കെട്ടിയിട്ട് ഈ സ്ഥാപനത്തിൻ്റെ മുൻപിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ സ്ഥാപന ഉടമ ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത് പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ വ്യാപാരി വ്യവസായികളിലൊക്കെ ഈ CITUവിൻ്റെ ഇത്തരത്തിലുള്ള നടപടിയിൽ കടുത്ത അമർഷമാണ് ഉള്ളത്. ഈ കുളപ്പുള്ളി ഭാഗത്ത് വ്യാപാരി വ്യവസായികളൊക്കെ ഈ ചുമട്ടുതൊഴിലാളികളുടെ ഇത്തരത്തിൽ ധിക്കാരപരമായ രാഷ്ട്രീയപരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ കടയടച്ച് പ്രതിഷേധിക്കുകയാണ് ഇന്നിപ്പോൾ കുളപ്പുള്ളി പ്രദേശത്തൊക്കെ. അതേസമയം തന്നെ ഇത് തങ്ങളെ ഈ യന്ത്രം വന്ന് തങ്ങളുടെ തൊഴിൽ നഷ്ടമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് CITUക്കാർ ഇപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് മുൻപിൽ പന്തൽ കെട്ടി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്.